Good morning. Good morning. Okay, നമ്മുടെ class start ചെയ്യാം ട്ടോ. Okay, good morning. Class start ചെയ്യാം. കുട്ടികൾ വരുന്നേ ഉള്ളൂ. Start ചെയ്യാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ good morning. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സാലറി എന്താണ്, അതുപോലെ തന്നെ ടേക്ക് ഹോം സാലറി എന്താണെന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ കമ്പോണൻസ് ആണ് നമ്മൾ ഹാപ്പി മോർണിംഗ്. ഓക്കെ, അപ്പോ അതിലെ ഓരോ കമ്പോണൻസ് വൈസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാലറി ആൻഡ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ് ഉണ്ട്, ഇൻസെന്റീവ് ഉണ്ട്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ആൻഡ് പെർക്വിസിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. ഇനി അതില് സാലറി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നെക്സ്റ്റ് ആണ് ഡിയർനെസ് അലവൻസസ്. നമുക്ക് നോക്കാം. ഡിയർനെസ് അലവൻസസ്, അതിന്റെ ഷോർട്ട് ഫോം DA എന്ന് കൂടി പറയുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി മിനിമം വേജ് ആക്ട്, ആ സെക്ഷൻ 3 കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. DA is described as cost of living allowances. It is given to protect the real wage of workers during inflation. In India, it has become integral part of a wage system. Okay. അപ്പൊ DA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിനിമം വേതന നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം എന്തെന്നാ പറയുന്നത്? DA ജീവിത ചെലവ് അലവൻസസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലിവിംഗ് അലവൻസസ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസസ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യാം. പണപ്പെരുപ്പ സമയത്ത് തൊഴിലാളികളുടെ യഥാർത്ഥ വേതനം സംരക്ഷിക്കുന്നതിനാണ് ഇത് നൽകുന്നത്. ഇന്ത്യയിൽ ഇത് വേതന വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഡിയർനെസ് അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസസ് ആണ്. അതുപോലെ തന്നെ പണപ്പെരുപ്പ സമയത്ത് തൊഴിലാളികളുടെ യഥാർത്ഥ വേതനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് DA പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയില് ഇത് വേതന വ്യവസ്ഥയുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിക്കഴിഞ്ഞു. Along with the DA on other allowances like city compensatory allowances, CCA. ഓക്കെ, CCA എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. എക്സ്പാൻഡ് CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്. ഡിയർനെസ് അലവൻസസിന്റെ മറ്റു പേരുകളാണ് പറയുന്നത്. ഓക്കെ, അതർ അലവൻസസ്, DAയുടെ അതർ അലവൻസസ് ആണ് പറയുന്നത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, ഹൗസ് റെന്റ് അലവൻസസ്, HRA അണ്ടർലൈൻ ചെയ്യാം. MA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അലവൻസസ്, EA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ അലവൻസസ്, കൺവീനിയൻസ് അലവൻസസ് എക്സെട്ര ആർ ഫ്രം ദ പാർട്ട് ഓഫ് എന്താണ് കോമ്പൻസേഷൻ പാക്കേജ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് എന്താണ് കോമ്പൻസേഷൻ പാക്കേജിന്റെ മറ്റു പാർട്ടുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്?
city compensatory allowances, house rent allowances ഉണ്ട്, medical allowances ഉണ്ട്, educational allowances ഉണ്ട്, convenience allowances ഉണ്ട്. However, inclusion of all these allowances in the competition depends on nature and type of job, contents of the job, place of the job, terms and conditions of appointment, capacity of employer, etc. ഇത്തരം കാര്യങ്ങൾ എന്താണ്, എന്നിരുന്നാലും എന്താണ് ഈ എന്താ ടിയർനെസ് അലവൻസസിന്റെ ഒരു ഭാഗങ്ങളാണ് അല്ലെ ഇവിടെ എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നേച്ചർ അല്ലെ, ഇങ്ങനെയുള്ള അലവൻസസ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നേച്ചർ ഓഫ് ദി ടൈപ്പ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ദി ജോബ് ഉണ്ട്, contents of job and place of job and terms and conditions of appointment, capacity of employer, ഇതൊക്കെ എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടിയർനെസ് അലവൻസിൽ വരുന്നത്. ടി എ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. അതിന്റെ സെക്ഷൻ എത്രയാണ്, 3 പ്രകാരം അല്ലെ, മിനിമം വേജ് ആക്ട് പ്രകാരം ടിയർനെസ് അലവൻസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസസ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ കോമ്പൻസേഷൻ പാക്കേജിന്റെ മറ്റു പാർട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, CCA ഉണ്ട് അല്ലെ, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസസ് ഉണ്ട്, മെഡിക്കൽ അലവൻസസ് ഉണ്ട്, എഡ്യൂക്കേഷൻ അലവൻസസ് ഉണ്ട്, കൺവീനിയൻസ് അലവൻസസ് ഉണ്ട്. ഇത്ര മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻസെന്റീവ്. ഓക്കെ, നമ്മള് കേൾക്കാറുണ്ട് അല്ലെ, പല ആളുകൾക്കും ഇൻസെന്റീവ് ലഭിക്കാറുണ്ട് എന്നുള്ളത് അല്ലെ. നോക്കാം, ഇൻസെന്റീവ് is a reward paid in addition to wages, whether monetary or not, the motivate or compensate an employee for performance above the standards. Payment of incentive depends on productivity, sales and profit of the organization. എന്താണ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിന് പുറമെ നൽകുന്ന ഒരു പ്രതിഫലമാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് അല്ലെ. ശമ്പളത്തിന് പുറമെ നൽകുന്ന ഒരു പ്രതിഫലമാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. പണമായോ അല്ലാതെയോ മാനദണ്ഡത്തിന് മുകളിലുള്ള പ്രകടനത്തിന് ഒരു ജീവനക്കാരനെ മോട്ടിവേറ്റ് ചെയ്യുകയോ കോമ്പൻസേഷൻ നൽകുകയോ ചെയ്യുന്നുണ്ട്. ഇൻസെന്റീവ് നൽകുന്നത് സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത, വിൽപ്പന, ലാഭം അല്ലെ, പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ എന്താണ് സെയിൽസ്, പ്രോഫിറ്റ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. നമുക്ക് കിട്ടുന്ന ലാഭം ഒരു ഓർഗനൈസേഷനില് ഇവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഒരു ശതമാനം നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻസെന്റീവ് ആയിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നത് അല്ലെ. അപ്പോ എന്താണ്, ലാഭത്തിൽ നിന്നോ അല്ലെങ്കിൽ സെയിൽസിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ നിന്നോ ആണ് നമ്മള് ഈ ഇൻസെന്റീവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളത്തിന് പുറമെ നൽകുന്ന ഒരു പ്രതിഫലമാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ശമ്പളം കൂടാതെ നൽകുന്ന ഒരു പ്രതിഫലം. ഓക്കെ, വായിച്ചു നോക്കിയേ, ഡിഎയും ഇൻസെന്റീവ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഇനി നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് വൺ ആണ് the fringe benefit and the perquisites. Fringe benefit, it is a general term used to describe any of the variety of non-wage or supplemental benefit that employees receive in addition to their regular wages. These include such as employee benefits as provident fund, gratuity, medical care, hospitalization, accident relief, paid holidays, health and group insurance, pension, etc. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ പതിവ് വേതനത്തിന് പുറമെ ലഭിക്കുന്ന വിവിധ തരം വേതനേതര അല്ലെങ്കിൽ അനുബന്ധ ആനുകൂല്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എത്തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ്? വേതനത്തിന് പുറമേ ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് കേട്ടോ. എങ്ങനെയാണ്? പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ഉണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റുകൾ, ആക്സിഡന്റ് റിലീഫ്, ഹോളിഡേ, പെയ്ഡ് ഹോളിഡേസ്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, പെൻഷൻ. ഇപ്പൊ ചിലർക്ക് കമ്പനിയിൽ തന്നെ എന്താണ്, കമ്പനിക്കാര് തന്നെ ഇൻഷുറൻസ്, എന്തെങ്കിലും ഇൻഷുറൻസ് ഒക്കെ അവര് ചെയ്തു തരാറുണ്ട് അല്ലെ, ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്കാർ തന്നെ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാറുണ്ട് ഈ എംപ്ലോയീസിന്. അതുപോലെ തന്നെ എന്താ, ഗ്രാറ്റുവിറ്റി നൽകുന്നുണ്ട്, പ്രൊവിഡന്റ് ഫണ്ട്, അങ്ങനെ പെയ്ഡ് ഹോളിഡേസ്, ആക്സിഡന്റ് റിലീഫ്. ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ആക്സിഡന്റ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആക്സിഡന്റ് കേസുകളൊക്കെ അല്ലെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കയ്യോ കാലോ ഒക്കെ ഉള്ളിയെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് തന്നെ ഇങ്ങനെയുള്ള നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ അവര് തന്നെ ചെയ്തു തരാറുണ്ട്. പെൻഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു തരാറുണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റുകളെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, വേതനത്തിന് പുറമെ നൽകുന്ന വേതനേതര അല്ലെങ്കിൽ അനുബന്ധ ആനുകൂല്യങ്ങളെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഇനി പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, പെർക്ക്. ഓക്കെ, പെർക്വിസിറ്റ്സ് ഈസ് ഓൾസോ കോൾഡ്, അണ്ടർലൈൻ ചെയ്യാം, പെർക്ക് ആർ the special benefit made available only to the top executives of an organization. എന്താണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്? പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർക്ക് എന്നാണ് പറയുന്നത്. അതിന്റെ ഓൾസോ കോൾഡ് പെർക്ക്. അങ്ങനത്തെ തരത്തിലുള്ള സ്പെഷ്യൽ ബെനിഫിറ്റുകൾ ആർക്ക് മാത്രമേ ലഭിക്കുള്ളൂ? ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് അല്ലെ, ഓർഗനൈസേഷനിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് ആണ്. ദീസ് മേ ഇൻക്ലൂഡ്സ് കമ്പനി കാർ അല്ലെ, കമ്പനി കാർ, അതുപോലെ തന്നെ ഫർണിഷ്ഡ് ഹൗസസ്, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, ക്ലബ് മെമ്പർഷിപ്പ്, പെയ്ഡ് ഹോളിഡേസ്, ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് പെർക്കില് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചിലവർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമ്മള് ഇപ്പോ സിനിമയില് അല്ലെ, ഫിലിമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില എംപ്ലോയീസിനൊക്കെ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കാറുകള് അല്ലെ, കമ്പനിയുടെ കാറാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പോ മൊബൈൽ ഫോൺ കൊടുക്കാം, അതുപോലെ തന്നെ എന്താ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് കമ്പനിയിൽ തന്നെ. അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ. പിന്നെ എന്താ പറയുന്നത്, ഫർണിഷ്ഡ് ഹൗസസ്, അതുപോലെ എന്താ പെയ്ഡ് ഹോളിഡേസ്, ക്ലബ് മെമ്പർഷിപ്പ്, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇതൊക്കെ എന്താണ്, ടോപ്പ് എക്സിക്യൂട്ടീവിന് മാത്രം, കമ്പനിയിലെ ടോപ്പ് എക്സിക്യൂട്ടീവിന് മാത്രം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ഇന്ന് പെർക്വിസിറ്റ്സ് ഓർ പെർക്ക് എന്നാണ് പറയുന്നത്. അയച്ചു നോക്കാം കേട്ടോ. നാലാമത്തേത് ഇത്രവരെയാണ്. അപ്പോ നമ്മള് മറ്റേ കമ്പോണന്റ് എന്ന് പറഞ്ഞത്. കമ്പോണന്റില് നമ്മൾ സാലറി, വേജ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. 3 കാര്യങ്ങളാണ് അപ്പോ കമ്പോണന്റിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഡിയർനെസ് അലവൻസസ്, ഇൻസെന്റീവ് ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആൻഡ് പെർക്വിസിറ്റ്സ്. വായിച്ചു നോക്കാം കേട്ടോ. കമ്പോണന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, സ്വാധീനിച്ചിരിക്കുന്നത്, കോമ്പൻസേഷൻ സ്വാധീനിച്ചിരിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? According to change, the number of factors influencing the remuneration payout to employees. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്, ചെയ്യുന്ന അഭിപ്രായത്തില് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? They can be categorized into internal and external factors. അല്ലെ, രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. External factors ഉണ്ട്, internal factors ഉണ്ട്. ഇനി ഏതൊക്കെയാണ് external factors എന്ന് നോക്കാം. External factors following are external factors which influence the compensation. First one എന്ന് പറയുന്നത് എന്താണ്? Labor market. Second one, cost of living. Third one, labor union. Fourth one, union influence the compensation decision. Fifth one, labor laws. Sixth one, society, the economy ആണ് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി എന്താണ് ലേബർ മാർക്കറ്റ്? Demand and the supply of labor influence the fixation of wage and salary. The lower wage has a fixed when the labor demand were less than the labor supply. The higher wage will have to be paid when the labor demand more than the labor supply. It happened as in the case of skilled labor. A paradoxical situations is prevailing in our country's excessive unemployment is being juxtaposed with a shortage of skilled labor. എന്താണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്? ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അല്ലെ. ലേബർ ഡിമാൻഡ് ഉണ്ട്, ലേബർ സപ്ലൈ ഉണ്ട്. ലേബർ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണമാണ് ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഡിമാൻഡ് കമ്പനിയിൽ നിന്ന് എന്താണ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണം, നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ടുള്ള ആ വർക്കേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ആ വർക്കേഴ്സ് ഇത്ര വർക്കേഴ്സിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണം. ഇനി ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലഭ്യമായ വർക്കേഴ്സിന്റെ എണ്ണമാണ്. മനസ്സിലായോ? ലേബർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് എത്ര വർക്കേഴ്സിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ലേബർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള, നമുക്ക് ലഭിച്ചിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണമാണ് ലേബർ സപ്ലൈ എന്ന് പറയുന്നത്. ഈ ലേബർ ഡിമാൻഡും അതുപോലെ തന്നെ ലേബർ സപ്ലൈയും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ലേബർ ഡിമാൻഡ്സ് ആയാലും ലേബർ സപ്ലൈ ആയാലും ഒരു ബാലൻസിലായിരിക്കണം പോകേണ്ടത്, ബാലൻസ് ഉണ്ടായിരിക്കും. ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സാലറി കൂടോ കുറയോ? എന്താ ചെയ്യാം? അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വേജസ് കൂടുമോ കുറയുമോ? ഓർഗനൈസേഷനിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കുറയും. ഓക്കെ, വേജസ് എന്ത് ചെയ്യും? കുറയും അല്ലെ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അധികം ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ജോലിയില്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന സാലറി കുറയും അല്ലെ. ഇനി എന്താണ്? ജോബ് കൂടുതലും വർക്കേഴ്സ് കുറവുമാണെങ്കിൽ എന്താ? നേരെ മറിച്ചായിരിക്കും. സാലറി എന്ത് ചെയ്യും? കൂടോ കുറയോ? സാലറി കൂടും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് കൂടുതലാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വേജസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓർഗനൈസേഷനില് ഈ ജോബ് കൂടുതലും വർക്കേഴ്സ് കുറവുമാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് പറയുന്നത്?
നമുക്കറിയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേബർ ഡിമാൻഡ് ഉണ്ട്, ലേബർ സപ്ലൈ ഉണ്ട്. ലേബർ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണമാണ്. അതുപോലെ തന്നെ ലേബർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വർക്കേഴ്സിന്റെ എണ്ണമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും നമ്മൾ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറയാൻ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? ഓർഗനൈസേഷനില് എന്താണ് വർക്കേഴ്സ് കൂടുതലാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വേജ് കുറവായിരിക്കും. ഇനി ജോബ് കൂടുതലും വർക്കേഴ്സ് കുറവുമാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വേജ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ലേബർ മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇനി ലാസ്റ്റ് നോക്കാം. എന്താണ്? ഒരു കൺട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലേബർ മാർക്കറ്റിൽ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാരാഡോക്സിക്കൽ situation is the prevailing in the country is the excessive unemployment is being juxtaposed with the shortage of the skilled labor. അപ്പൊ അവിടെ എന്താണ്? ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് എന്താണ്? എക്സസീവ് ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട് അല്ലെ? അൺഎംപ്ലോയ്മെന്റ് കൂടുതലുള്ള ഒരു അവസ്ഥയാണ്. കാരണം എന്താണ്? നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സുകള് കുറവാണ്. അതാണ് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ഉള്ള ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. നോക്കിക്കഴിഞ്ഞാലുള്ളൂ പേപ്പേഴ്സ് ന്യൂസിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് അല്ലെ? വളരെ കൂടുതലാണെന്നുള്ളൊരു സാഹചര്യത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ നമ്മുടെ കൺട്രീസിൽ അങ്ങനെ എന്താണ് അൺഎംപ്ലോയ്മെന്റ് വരാനായിട്ടുള്ള കാരണം? സ്കിൽഡ് ആയിട്ടുള്ള ലേബർ നമുക്ക് അതിന്റെ ഷോർട്ടേജ് അല്ലെ? ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞാല് എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വളരെ കുറവാണ്. ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഫാക്ടർ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടു ദ ലേബർ മാർക്കറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ലിവിങ്. ദിസ് matters is the criterion during periods of rising price, but it is forgotten when prices are stable or falling. When the cost of living is rise and it is required to be remunerated by payment and clearness allowances, basic pay to continue uninterrupted. അപ്പൊ ഇവിടെ പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് ശമ്പളമോ വേതനമോ നിശ്ചയിക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അവരുടെ ജീവിത ചെലവ് അല്ലെ? ജീവിത ചെലവ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് നമ്മൾ എന്താണ്? അത് ശമ്പളമോ അല്ലെങ്കിൽ വേതനമോ നിശ്ചയിക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിത ചെലവ് നികത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് ടിയേഴ്നസ് അലവൻസസ് എന്ന് പറയുന്നത് അല്ലെ? ജീവിത ചെലവ് നികത്തുന്നതിനുള്ള ഒരു മാർഗമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ടിയേഴ്നസ് അലവൻസസ് എന്ന് പറയുന്നത്. മാന്യമായ ജീവിത നിലവാരം തടസ്സമില്ലാതെ തുടരുന്നതിന് അടിസ്ഥാനമായ ശമ്പളം ക്രമീകരിക്കുകയോ ടിഎക്കൊപ്പം ചേർക്കുകയോ ചെയ്യണം അല്ലെ? നമുക്ക് എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാലറി അല്ലെങ്കിൽ വേജസും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? നമുക്ക് തുടർന്നുകൊണ്ട് പോകാനായിട്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് എന്താണ്? ജീവിത ചെലവ് നികത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് ടിയേഴ്നസ് അലവൻസസ് എന്ന് പറയുന്നത്. മാന്യമായിട്ടുള്ള ഒരു ജീവിത നിലവാരം തടസ്സമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അടിസ്ഥാന ശമ്പളം ക്രമീകരിക്കുമ്പോൾ ഡിഎക്കൊപ്പം അത് ചേർക്കുന്നത് അല്ലെങ്കിൽ ചേർക്കുക ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ലേബർ യൂണിയൻ. അപ്പൊ 2 പോയിന്റ് വായിച്ചു നോക്കി. നമ്മള് ലേബർ മാർക്കറ്റിൽ പറഞ്ഞു, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ് പറഞ്ഞു. വായിച്ചിരിക്കേ.
next topic, next point നോക്കാം. Labor unions. The presence or absence of a labor organization often determining the substantial wages paid to the employees. Employees of non-unionized organization enjoy the liberty of to fix the wages and salaries as they want because of a large scale unemployment. These employees hire workers at little or even less than the legal minimum wages. And individual non-unionized company may be paid more to its employees if they want to discourage them from forming one. The employees of strongly unionized companies to have no freedom section on wages and salary. They are forced to vintage the pressure of labor representative in revision and determination of a pay scale. എന്താണ് ലേബർ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എംപ്ലോയീസിന് അർഹിക്കപ്പെട്ട വേജസ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ആണെങ്കിലോ എംപ്ലോയർക്ക് ഇഷ്ടമുള്ള സാലറി നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള എംപ്ലോയർക്ക് അല്ലെങ്കിൽ മേലധികാരികൾക്ക് ഇഷ്ടമുള്ള സാലറീസ് കൊടുക്കും. അതിനുള്ള സ്വാതന്ത്ര്യം എംപ്ലോയർക്ക് ഉണ്ട്. അതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് യൂണിയൻ ഇപ്പോ ചില ഓർഗനൈസേഷനിലൊക്കെ യൂണിയനുകൾ ഉണ്ടാകും, ഇല്ലേ, തൊഴിലാളി യൂണിയൻ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരതിനെ നിശ്ചയിക്കും, അവരവരെ മീറ്റിംഗ് ഓരോരുത്തർക്കും എത്രയാണ് വേജസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. ഇപ്പൊ ലേബർ യൂണിയനൊക്കെ ഉള്ളത് കമ്പനീസ് ആണെങ്കിൽ അവർക്ക് മേലധികാരികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളിലൂടെ വേണം വേജസ് സാലറീസ് ഒക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി അതൊന്നും ഇല്ലാത്ത ഒരു കമ്പനീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫേം ആണെങ്കിൽ എംപ്ലോയർക്ക് നിശ്ചയിക്കാൻ പറ്റും, ഞാൻ അവന് എത്ര സാലറി കൊടുക്കണം, ആ എംപ്ലോയിക്ക് എത്ര സാലറി കൊടുക്കണം, മേലധികാരികൾക്ക് അല്ലെങ്കിൽ എംപ്ലോയർക്ക് ഇഷ്ടപ്പെട്ട സാലറി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ലേബർ യൂണിയൻ എന്ന് പറയുന്നത്. ഇനി യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ. യൂണിയൻ ആൻഡ് ലേബർ റിലേഷൻസ് ലോ also influence the compensation decision. Various labor legislations and court decisions for instruments the labor movements. അപ്പോ എന്താണ് ഇവിടെ യൂണിയൻ ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ ഡിസിഷൻ അല്ലെ? എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? തൊഴിലാളികളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കാനായിട്ട് നിയമങ്ങളും അതുപോലെ തന്നെ തീരുമാനങ്ങളും എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിയമങ്ങളിലും അതുപോലെ തന്നെ തീരുമാനങ്ങളും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങള് അതുപോലെ തന്നെ താല്പര്യങ്ങൾ അല്ലെ? നമുക്കറിയാം എംപ്ലോയീസിന് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഓരോ അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഇതൊക്കെയുണ്ട്. അപ്പൊ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊരു ചട്ടക്കൂട് സ്ഥാപിക്കാനായിട്ട് നിയമങ്ങളും അതുപോലെ തന്നെ തീരുമാനങ്ങളും സഹായിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ ദി കോമ്പൻസേഷൻ ഡിസിഷൻ. അതിൽ ആ യൂണിയനില് ഓരോ തീരുമാനങ്ങളും അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ അവരുടെ അധികാരങ്ങൾ, അവകാശങ്ങള്, അവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അസറ്റ് ആണ്, കമ്പനീസിന്റെ ഒരു അസറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അവരില്ലാതെ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ നമ്മൾ മാനിക്കേണ്ടതുണ്ട്, അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ഇതൊക്കെ യൂണിയൻ വഴിയാണ് നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് യൂണിയൻ ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ ഡിസിഷൻസ്. അതിനാണ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നാണ് ഓരോ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളെയും അതുപോലെ തന്നെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. താല്പര്യങ്ങൾ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള് ഏത് രീതിയിൽ പോകണം, ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്ലാനുകൾ, ഇതൊക്കെ നമ്മൾ യൂണിയൻ വഴിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ലേബർ ലോസ്.
എന്താണ് we have a various labor laws at the central and as well as the state levels. These legislation are for protection of the employees' interest. എന്താണ് നമുക്കറിയാം ഈ ലേബർ ലോസ് സെൻട്രലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽസിലും എന്തുണ്ടെന്നാ പറയുന്നത് ലേബർ ലോസുകൾ ഉണ്ട് അല്ലെ. ഇത് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ലെവലിലായാലും ലേബർ ലോസുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ലേബർ ലോസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ലേബർ ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സൊസൈറ്റി. Compensation paid to employees is imitated the price fixed by an organization for their goods and services. The Supreme Court, from its very inception, has had to anticipate industrial disputes, particularly disputes relating to wages and allied problems of financial concern to the worker, and ethical and social outlook, liberally interpreting the spirit of the constitutions. എന്താണ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനക്കാരന് നൽകുന്ന കോമ്പൻസേഷൻ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഒരു സ്ഥാപനം നിശ്ചയിക്കുന്ന വിലകളെയും അനുകരിക്കുന്നുണ്ട് അല്ലെ. ഒരു സ്ഥാപനം അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് എന്താണോ അതാണ് ഫീസിൽ വരുന്നത് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസില് ജീവനക്കാരൻ നൽകുന്ന ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനെയും അതുപോലെ തന്നെ ഒരു സ്ഥാപനം നിശ്ചയിക്കുന്ന വിലകളെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത്. ഇനി സുപ്രീം കോടതി അതിന്റെ തുടക്കം മുതൽ തന്നെ വ്യവസായിക തർക്കങ്ങള് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേതനവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. തൊഴിലാളികളെ ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസസുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പോ ലേബർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വേതനം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള വേതനം കൊടുക്കാത്തത്, എംപ്ലോയീസ് സമരത്തിന് അല്ലെ സമരം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പല വാർത്തകളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. പല സിഗ്നല് ഫിലിപ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്റെ കമ്പനി എന്താണ് നഷ്ടത്തിലൂടുന്നത് കൊണ്ട് ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വേസ് കൊടുക്കുന്നില്ല, അവരെ സമരത്തിലാകുന്നു അല്ലെ. പല വാർത്തകളിലൂടെയും പല കാര്യങ്ങളിലൂടെയും നമ്മള് പരിചയപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പോ കോർട്ടിൽ പോവാന്നാണ് പറയുന്നത്. കോർട്ടിൽ പോയിട്ട് അവർക്ക് കേസ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സുപ്രീം കോർട്ട് സഹായകമാണ് എംപ്ലോയീസിന്. അവരുടെ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് വഴി നമുക്ക് പരിഹരിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ഇനി എക്കണോമി. The economy has its impact on wage and salary fixation is the state of the economy. While it is possible for some organizations to try the decisions, there is no question that the economy does not affect the remuneration decisions. ഇനി എന്താണ് ഇക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സമ്പദ് വ്യവസ്ഥ അല്ലെ. അപ്പോ ഈ സാലറി ഫിക്സേഷൻ ചെയ്യുന്നത് എന്താണ് ഒരു ഇക്കണോമിനെയും ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇക്കണോമിനെയും സമ്പദ്വ്യവസ്ഥയെയും സ്വാധീനിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത് ഒരു സാലറി ഫിക്സേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ റിസിഷൻ വരുന്ന ടൈമിൽ അല്ലെ, സാമ്പത്തിക മാന്ദ്യം, റിസിഷൻ എന്ന് പറഞ്ഞാല് സാമ്പത്തിക മാന്ദ്യം അല്ലെ, നമ്മളെല്ലാവരും അനുഭവിച്ച ഒന്നാണ് അല്ലെ ഒരു കാലഘട്ടത്തിൽ. അപ്പോ പുറം രാജ്യങ്ങളിലൊക്കെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോ കുറെ ആളുകളെയൊക്കെ നമ്മുടെ പ്രവാസികളെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വിട്ടു. അതുപോലെ തന്നെ അവർക്ക് പണം കൊടുക്കുന്നില്ല, സാലറി കൊടുക്കുന്നില്ല. ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം വരെയൊക്കെ സാലറി കിട്ടാതെയുള്ള എംപ്ലോയീസ് ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. വളരെ കഷ്ടതയോട് കൂടിയിട്ട് പോയിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. പ്രവാസികളുടെ ആ ജീവിത രീതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അന്ന് അല്ലെ. എന്താണ് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ വളരെ നമ്മുടെ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായാലും ഒരു
ഒരു ദുരിതം അനുഭവിച്ച ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ഡിസിഷൻ ടൈമിലൊക്കെ എന്താണ് വളരെ സാലറി നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ രീതിയിൽ നമ്മള് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സാഹചര്യമായിരുന്നു അന്ന്. അതൊക്കെ എന്താണ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ സാലറി ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഡിസിഷൻ ടൈം അല്ലെങ്കിൽ ഡിസിഷൻ പീരീഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സാലറി കൊടുക്കാനായിട്ട് അല്ലെ കമ്പനിയെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ, അവർക്ക് അതിനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അവിടെ അവരുടെയും എന്താണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, ആൾക്കാരെ അല്ലെങ്കിൽ പ്രവാസികളെ മുന്നോട്ട് വിടുന്ന ഒരു കാലഘട്ടം അവരുടെ നാട്ടിലേക്ക് അല്ലെ ജോലിയില്ലാതെ വളരെ ഒരു രീതിയിലാണ് നമ്മൾ അന്ന് പോയിക്കൊണ്ടിരുന്നത് അല്ലെ ആ കാലഘട്ടത്തിൽ. Okay, there is no question that the economy does not affect the remuneration decisions. Okay, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സമ്പദ് വ്യവസ്ഥ വരുന്നുണ്ട്, സൊസൈറ്റി വരുന്നുണ്ട്, ലേബർ ലോസ്, അതുപോലെ തന്നെ യൂണിയൻ ഇൻഫ്ലുവൻസ് ദ കോമ്പൻസേഷൻ ഡിസിഷൻ, പിന്നെ ലേബർ യൂണിയൻസ്, കോസ്റ്റ് ഓഫ് ലിവിങ്, ലേബർ മാർക്കറ്റ്, ഇത്തരം കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, വരച്ചോക്കെ. Okay, next നോക്കാം internal factors. Following are the internal factors which influence the compensation. First one എന്ന് പറയുന്നത് business strategy. The overall strategy of the company which pursues the determination of employees' compensation. The strategy is to sustain and protect current profit because of the declining fortunes for the company. The compensation level were needed to be average or even below average. എന്താണ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് തന്ത്രങ്ങൾ അല്ലെ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രമാണ്. ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ജീവനക്കാരുടെ കോമ്പൻസേഷൻ മേഖലയാണ് സ്ട്രാറ്റജിയിൽ വരുന്നത്.
അപ്പോ ഈ കമ്പനിയുടെ ലാഭം നമ്മൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെ ലാഭം എന്ത് ചെയ്യണം, നിലനിർത്തണം അല്ലെ. കമ്പനിയുടെ ഒരു ലാഭം ഇപ്പൊ തുടർന്ന് കൊണ്ടുപോകുന്നത് ഇപ്പൊ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ളത് എന്താണോ അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ഓരോ ബിസിനസ്സുകാരും നമ്മൾ നോക്കുന്നത്. നമ്മളായാലും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ലാഭം കുറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ലാഭം നമ്മൾ എങ്ങനെയെങ്കിലും നിലനിർത്താനായിട്ട് നോക്കും അല്ലെ. അതെങ്ങനെ നിലനിർത്താൻ നോക്കുകയും അതുപോലെ തന്നെ എന്താണ് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? കോമ്പൻസേഷന്റെ നിലവാരം നമ്മൾ ശരാശരി ആക്കുകയോ അല്ലെങ്കിൽ ശരാശരിയിൽ താഴെ ആക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ലാഭം നിലനിർത്താൻ പറ്റും അല്ലെ. എംപ്ലോയീസിന് കൊടുക്കുന്ന ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ശരാശരിയാണ്. ഒന്നുകിൽ ശരാശരിക്ക് താഴെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലാഭം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ബിസിനസ് സ്ട്രാറ്റജി എന്നത്. ഇനി പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? നമ്മൾ വിലയിരുത്തുക അല്ലെ. നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്സ് ടു റിവാർഡ് കോമ്പൻസേഷൻ ലൈക്ക് ഫോർ ദ എംപ്ലോയി ഹു ഷോ ബെറ്റർ പെർഫോമൻസ്. അപ്പൊ ബെറ്റർ പെർഫോമൻസ് ഉള്ള എംപ്ലോയീസ് ആരാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് എന്ത് കൊടുക്കണം? റിവാർഡ് പ്രൊവൈഡ് ചെയ്യാം. അതും എന്താണ്? ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒന്നാണ് അല്ലെ പെർഫോമൻസ് അപ്രൈസൽ. ഇനി നെക്സ്റ്റ് എന്താണ്? എംപ്ലോയി several employee related factors interact to determine his or her remuneration. These includes performance, seniority, experience, potential and even share right. ഇവിടെ പറയുന്നത് എംപ്ലോയീസിന്റെ റെമ്യൂണറേഷൻ നിർണ്ണയിക്കുന്നതിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് റെമ്യൂണറേഷൻ? അവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവന് സാലറി നമ്മൾ കൂട്ടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സീനിയോറിറ്റി നോക്കിയിട്ട്, പിന്നെ എന്താണ് എക്സ്പീരിയൻസ് നോക്കിയിട്ട്, പൊട്ടൻഷ്യാലിറ്റി അല്ലെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട്, അതുപോലെ തന്നെ അവന്റെ എന്താണ് ഈവൻ ഷെയർ ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യം അല്ലെ, ഒരു ലക്കായിട്ട് അവന് അങ്ങനെ കിട്ടാറുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള സാലറി നമ്മൾ കൊടുക്കാറുണ്ട്, റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയും എന്താണ് നിരവധി ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. എംപ്ലോയീസിന് റെമ്യൂണറേഷൻ നിർണ്ണയിക്കുന്നതിൽ നിരവധി ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പെർഫോമൻസ്, സീനിയോറിറ്റി, എന്താണ് എക്സ്പീരിയൻസ്, പൊട്ടൻഷ്യൽ, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.